ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥ ആരംഭിക്കാം. എൻ്റെ പേര് സജീവ്. വീട്ടിലെല്ലാവരും സജി എന്ന് വിളിക്കും. പോളിടെക്നിക്കിന് പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അയലത്തെ ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഒരു വാടകക്കാർ താമസിക്കാൻ എത്തിയത്. നമ്മുടെ അയലത്തെ പുതിയ താമസക്കാർ വരുമ്പോൾ ഒന്ന് ചെന്ന് പരിചയപ്പെടണമല്ലോ. അങ്ങനെ അമ്മ രാവിലെ അങ്ങോട്ട് പോകുന്നത് കണ്ടു. ഞാൻ രാവിലെ റെഡിയായി പോളിക്ക് പോയി. ഒരുപാട് പേരോടൊന്നും കമ്പനി അടിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത പ്രകൃതമാണ് എൻ്റേത്. വൈകിട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞു, അയലത്താരെങ്കിലും വന്നാൽ നിനക്ക് അങ്ങോട്ട് പോയെന്ന് പരിചയപ്പെട്ടാൽ എന്താ? നിന്റെ എന്തെങ്കിലും പൊഴിഞ്ഞു വീഴുമോ? അമ്മ കിടന്ന് ചാടാൻ തുടങ്ങി. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. സിറ്റൗട്ടിൽ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ഞാൻ സ്വയം പരിചയപ്പെടുത്തി. അമ്മ രാവിലെ വന്നിരുന്നു. നീ എന്ത് ചെയ്യുന്നു? ആ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു. പോളിടെക്നിക്കിന് പഠിക്കുന്നു, ഞാൻ പറഞ്ഞു. പുറത്തെ സൗണ്ട് കേട്ടിട്ടായിരിക്കണം അകത്തു നിന്നും ഒരു ചേച്ചി ഇറങ്ങി വന്നു. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പുറത്തെ വീട്ടിലെ അല്ലേ? അമ്മ രാവിലെ വന്നിരുന്നു. സജി എന്നാണോ പേര്? അമ്മ പറഞ്ഞു. അതെ, സജി എന്ന വീട്ടിലെല്ലാവരും വിളിക്കുന്നത്. ഫുൾ നെയിം സജീവ്. പോളിടെക്നിക്കിന് പഠിക്കുന്നു. അമ്മയെല്ലാം പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചിരി, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇതും പറഞ്ഞ് ആ മനുഷ്യൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എൻ്റെ പേര് ഗംഗ. ഹസ്ബൻഡ് ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട്. അവർ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഞാൻ മോളി. ഒരു 10-48 വയസ്സ് പ്രായം കാണും ഗംഗ ചേച്ചിക്ക്. ചേച്ചിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കും. നല്ലപോലെ ഉരുണ്ട് തടിച്ച ശരീരപ്രകൃതം. പുറന്നോട്ട് ഉന്തി നിൽക്കുന്ന ആ ചരിവും ഒരുപാട് തൂങ്ങാത്ത ആ 2 മാതള നാരങ്ങയും ഏത് ചെറുപ്പക്കാർ കണ്ടാലും അവരെ വികാരത്തിന്റെ കൊടുമുടിയിലെത്തിക്കും. എനിക്കും ചേച്ചിയെ കണ്ടപ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് തോന്നിയത്. പെട്ടെന്ന് ചേച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് മൂത്ത മകളാണ്. സജിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഗംഗ ചേച്ചി ഫോൺ എടുക്കുവാൻ അകത്തേക്ക് പോയി. ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ചേച്ചി ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് വന്നു. ചേച്ചി സിറ്റൗട്ടിൽ വന്നിരുന്നു. അങ്ങനെ അവർ കുറച്ചു നേരം കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നീട് വരാ എന്നും പറഞ്ഞ് സജി യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന സജിയുടെ മനസ്സ് നിറയെ ചേച്ചിയുടെ രൂപമാണ്. അങ്ങനെ നിരന്തരം അവർ കണ്ടുമുട്ടി, അടുത്തു, പരിചയമാവുകയും ചെയ്തു. ഗംഗച്ചേച്ചിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകയാകുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വരാന്തയിലിരുന്നപ്പോൾ സജിക്ക് ഗംഗ ചേച്ചിയുടെ രൂപം വന്നു. എന്നാൽ ചേച്ചിയെ ഒന്ന് കണ്ടിട്ട് വരാ എന്നും പറഞ്ഞ് സജി ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നു. ചേച്ചി ഊണ് കഴിഞ്ഞ് ഹാളിലെ സെറ്റിയിൽ കിടന്നുറങ്ങുകയാണ്. അച്ഛനെ അവിടെ എങ്ങും കണ്ടില്ല. മലർന്നു കിടന്നു ഒരു കാൽ മടക്കി വെച്ച് കിടക്കുന്ന ചേച്ചിയുടെ വാഴപ്പിണ്ടി പോലെയുള്ള ആ തുടകൾ കണ്ട് ഞാൻ സ്തബ്ധനായി. എന്തൊരു കളറാ തുടകൾക്ക്! എനിക്കാണെങ്കിൽ നല്ലതുപോലെ കമ്പിയായി. എന്തു ചെയ്യും? ചേച്ചിയെ വിളിച്ചാലോ? ഞാനൊന്ന് ആലോചിച്ചു. പിന്നീട് വേണ്ടെന്ന് വെച്ചു. ചേച്ചി ഉണർന്ന് എന്നെ കണ്ടാൽ എന്തു വിചാരിക്കും? എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ചിലപ്പോൾ അച്ഛനെങ്ങാണം കയറി വന്നാലോ? ഞാൻ പതുക്കെ പുറകോട്ട് ഇറങ്ങി മുറ്റത്ത് വന്നു നിന്നു. ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഉറക്കച്ചെവിടോടെ ഇറങ്ങി വന്നു. സജിയോ, നീ എപ്പോൾ വന്നു? ഗംഗ ചേച്ചി ചോദിച്ചു. ഞാൻ കുറെ നേരമായി വന്നിട്ട്. കതക് തുറന്നു കിടക്കുന്നത് കണ്ട് ഞാൻ അകത്തേക്ക് കയറി. വന്നപ്പോൾ ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. നൈറ്റി വല്ലതും മാറിക്കിടന്നത് ഇവൻ കണ്ടോ? ഗംഗ ആലോചിച്ചു. കണ്ടു കാണില്ലായിരിക്കാം. ഈ ചക്കൻ ഇപ്പോൾ കയറി വരുമെന്ന് ആരറിഞ്ഞു? എന്താ ചേച്ചി ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഗംഗ പറഞ്ഞു. നീ കയറിയിരിക്കെ. അവൻ കയറി സിറ്റൗട്ടിലിരുന്നു.